നമസ്കാരം. വിവിധ മതങ്ങളിലും സംസ്കാരങ്ങളിലും പെട്ട ആളുകൾ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. വ്യത്യസ്ത സംസ്കാരത്തിലുള്ളവർ ഈ നാട്ടിൽ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുന്നു. ഇന്ത്യ അതിൻ്റെ സാംസ്കാരിക സൗന്ദര്യത്തിന് ലോകമെമ്പാടും പ്രശസ്തമാണ്. വിവിധ മതങ്ങളുടെ വിശ്വാസത്തിന് പേരുകേട്ട നിരവധി ആരാധനാലയങ്ങൾ രാജ്യത്തുണ്ട്. ചരിത്രത്തിൽ മാത്രമല്ല, 21-ാം നൂറ്റാണ്ടിലും നിഗൂഢതകൾ നിറഞ്ഞ നിരവധി ക്ഷേത്രങ്ങളും ഇതിൽ ഉൾപ്പെടും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ജനങ്ങളുടെ വിശ്വാസത്താൽ രാജ്യത്ത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ്. അതാണ് രാജസ്ഥാനിലെ മെഹന്ദിപൂർ ബാലാജി ക്ഷേത്രം. പ്രേതബാധകളും കണ്ണേറുദോഷങ്ങളും അകറ്റുന്നതിൽ പ്രസിദ്ധമായ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രസകരമായ വസ്തുതകൾ ഇതാ. രാജസ്ഥാനിലെ ദൗസ ജില്ലയിലാണ് മെഹന്ദിപൂർ ബാലാജി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കപ്പെട്ടതാണ്. വിശ്വാസം അനുസരിച്ച് ഈ ക്ഷേത്രം പ്രേതങ്ങളുടെ ശല്യവും ദൃഷ്ടിദോഷങ്ങളുമെല്ലാം മാറ്റുന്നു. എല്ലാ ദിവസവും 2 മണിക്ക് പ്രേതങ്ങളെ അകറ്റാനായി മന്ത്രങ്ങൾ ഉരുവിടുന്നതായും പറയപ്പെടുന്നു. ഇവിടെ ജനങ്ങളുടെ മേൽ വന്ന ദുരാത്മാക്കൾ നീക്കം ചെയ്യപ്പെടുന്നു. ദുരാത്മാക്കളും മറ്റും അകറ്റാൻ ഇവിടേക്ക് ആളുകളുടെ പ്രവാഹമാണ്. ഇവിടെ ഭൈരവ ബാബയുടെ പ്രതിമയുണ്ട്. ഇവിടെ പ്രാർത്ഥിച്ചാൽ ഭക്തരെ അലട്ടുന്ന ദോഷശക്തികളെല്ലാം മാറിപ്പോകുമെന്നാണ് വിശ്വാസം. മെഹന്ദിപൂർ ബാലാജി ക്ഷേത്രത്തിലേക്ക് വരുന്ന എല്ലാ ഭക്തരും ഒരാഴ്ചത്തേക്ക് മുട്ട, മാംസം, മദ്യം, വെളുത്തുള്ളി, ഉള്ളി എന്നിവ കഴിക്കുന്നത് ഒഴിവാക്കണം. ഈ നിയമം ഇവിടെയുള്ള എല്ലാ ഭക്തർക്കും ബാധകമാണ്. ദുരാത്മാക്കളിൽ നിന്നും പ്രേതശല്യങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനായി ഭക്തർ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നിഗൂഢമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കൂടാതെ ഈ ക്ഷേത്രത്തിൽ പ്രസാദ നിവേദ്യങ്ങളൊന്നുമില്ല. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കരുതെന്ന കർശന നിർദ്ദേശമുണ്ട്. കാരണം ഇങ്ങനെ ചെയ്താൽ ദുരാത്മാവ് നിങ്ങളുടെ ശരീരത്തിലേക്ക് വസിക്കാനായി എത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മെഹന്ദിപൂർ ബാലാജി ക്ഷേത്രത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു കഥ വളരെ ജനപ്രിയമാണ്. ഏകദേശം 1000 വർഷമായി ഈ ക്ഷേത്രത്തിൽ 3 ദേവതകളുണ്ട്. ആരവല്ലി മലനിരകൾക്ക് നടുവിൽ ഹനുമാൻ വിഗ്രഹം സ്വന്തമായി രൂപപ്പെട്ടതാണെന്നാണ് വിശ്വാസം. മെഹന്ദിപൂർ ബാലാജി ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രസാദം കഴിക്കാനോ അതാർക്കും നൽകാനോ പാടില്ല. ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോലും പ്രസാദം കൊണ്ടുപോകാൻ കഴിയില്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദുരാത്മാക്കളുടെ നിഴൽ നിങ്ങളുടെ മേൽ പതിക്കുമെന്ന് പറയപ്പെടുന്നു. മെഹന്ദിപൂർ ബാലാജിയുടെ ഇടത് നെഞ്ചിൽ ഒരു ചെറിയ ദ്വാരമുണ്ട്. അതിൽ നിന്ന് വെള്ളം തുടർച്ചയായി ഒഴുകുന്നു. ഇത് ബാലാജിയുടെ വിയർപ്പാണെന്നും പറയുന്നുണ്ട്. ഇവിടെ ബാലാജിക്ക് ലഡുവും പ്രേതജിന് അരിയും ബൈറോണിന് ഉറയും സമർപ്പിക്കുന്നു. പ്രേതബാധ ഉള്ളവർ ഈ പ്രസാദം കഴിച്ചാലുടൻ വിചിത്രമായ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങുമെന്നാണ് പറയപ്പെടുന്നത്.